സമയത്തിനായിട്ട് ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം എഫെസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഷെർലിൻ, Sorry. Praise the Lord. I would like to greet everybody. We were discussing on the book of Ephesians. നമ്മൾ 3-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. We were meditating on chapter 3. 3-ാം അധ്യായം 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണെന്ന് നമ്മൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So we discussed that chapter 3 was divided into 2 parts. അത് 3-ന്റെ 1-ാം വാക്യം മുതൽ അതിന്റെ 13-ാമത്തെ വാക്യം വരെ ഒരു ഭാഗവും 14 മുതൽ അവസാനത്തെ വാക്യം വരെ മറ്റൊരു ഭാഗമാണ് നമ്മൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We discussed that verses 1 to 13 is the first part and verses 14 to 21 is the second part. ഒന്നാമത്തെ ഭാഗം ദൈവിക മർമ്മങ്ങളെ പറ്റിയായിരുന്നു സ്തോത്രം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So the first part mentioned of the heavenly mysteries. രണ്ടാമത്തെ ഭാഗത്ത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. The second part is about the prayer of Paul. സ്തോത്രം ഒന്നാമത്തെ ഭാഗത്തെ ദൈവിക മർമ്മം എന്ന് പറയുന്നത് അത് സഭയാണെന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So we discussed that the mystery of Christ in the first part is the church. എന്ന് പറഞ്ഞാൽ ജാതികളും സ്തോത്രം ക്രിസ്തുവിന്റെ ശരീരം മൂലം അവകാശികളായി തീരുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആ വലിയ മർമ്മം. അത് സംഭവിക്കുന്നത് സഭയിലൂടെയാണെന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We discussed that the mystery was that the Gentiles should also be fellow heirs with the church, and that is the promise, and it was mentioned in the first part. സ്തോത്രം, ഹല്ലേലൂയ. അത് ഈ ദൈവിക മർമ്മം എന്ന് പറയുന്നത് ദൂതന്മാർക്ക് പോലും, അത് 3:10 ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ച് ഞാൻ വിടുകയാണ്. 3:10 നമ്മൾ വായിച്ച ഇങ്ങനെയാണ്: അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ആമേൻ. അപ്പം ഇത് ദൂതന്മാർക്ക് അറിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്നത് ദൈവദൂതന്മാരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ദൈവദൂതന്മാർക്ക് പോലും അറിയാതിരുന്ന ഈ ദൈവിക മർമ്മമാണ് സഭ മുഖാന്തരം ഇപ്പോൾ വെളിവായി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We discussed, as we read in chapter 3 verses 10, that this mystery was not revealed to the heavenly places, so it was not known to angels, but this is made known by the church. So this we discussed in verse 10. അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ ദൈവിക മർമ്മം ആർക്കൊക്കെ വെളിപ്പെട്ടു നമ്മൾ പറഞ്ഞു, ആരിലൂടെ വെളിപ്പെട്ടെന്ന് ചിന്തിച്ചു, ആർക്ക് വേണ്ടി വെളിപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചു. So we discussed that to whom this mystery was to be revealed, through whom and to whom it was to be revealed. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദൂതന്മാർക്ക് പോലും വെളിപ്പെട്ടു. ദൂതന്മാർക്ക് പോലും വെളിപ്പെടാത്ത ഈ സത്യം അല്ലെങ്കിൽ മർമ്മം ദൂതന്മാർക്ക് വെളിപ്പെട്ടു. അത് നമ്മൾ എഴുതിയെടുക്കേണ്ടവർക്ക് ഇല്ലാത്തവർക്കായിട്ട് പറയുന്നു. 1 Peter chapter 1 verse 10 to 12. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ അത് ആരിലൂടെയാണ് വെളിപ്പെട്ടത്? സഭയിലൂടെ വെളിപ്പെട്ടു. ആർക്ക് വേണ്ടി വെളിപ്പെട്ടു? ജാതികൾക്ക് വേണ്ടി വെളിപ്പെട്ടു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. So to whom was it revealed? It was revealed to the church and it is towards the Gentiles. Is that right, Pastor? Yeah, it's for the Gentiles. അപ്പൊ ജാതികൾക്കാണ് ഇത് വെളിപ്പെടുവാൻ തക്കവണ്ണം. വേണേ 1 Peter chapter 1 verse 10 to 12 ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാകാൻ വേണ്ടി. 1 Peter chapter 1 verses 10 to 12. വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരുള്ള ക്രിസ്തുവിൽ ആത്മാവ് ക്രിസ്തുവിൻ വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ. നമ്മളിത് വിശദീകരിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം.
അപ്പൊ നമ്മൾ കുനിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്സിഡന്റ് സംഭവിച്ചു, എന്താ അവിടെ സംഭവിച്ചത് നമ്മൾ എത്തി നോക്കുക അല്ലെ, എന്താ അവിടെ ആകാംക്ഷയോടെ എത്തി നോക്കുന്നത് പോലെയാണ് അവർക്കും ഇത്ര ഭയങ്കരമായ ദൈവിക മർമ്മമാണ്, അല്ലെങ്കിൽ സഭ മുഖാന്തരം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വലിയ മർമ്മം ആമേൻ എന്താണെന്ന് ദൂതന്മാർക്ക് പോലും വെളിപ്പെട്ടത് ഈ കാലത്തിലാണ്, സഭ മുഖാന്തരമാണ്. അപ്പം നമ്മൾ ആ സഭയിലെ മെമ്പേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മളെ എത്ര വലിയ പദവിയിലേക്കാ, നമുക്കിത് ഗ്രഹിക്കാൻ പറ്റുമോ എന്ന്. ഇതൊക്കെ നമ്മുടെ അകത്തൊരു വെളിപ്പാടായിട്ട് മാറിയാൽ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എത്രയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൂതന്മാർക്ക് പോലും വെളിപ്പെടാത്ത ആ ദൈവിക മർമ്മത്തിന്റെ ഭാഗമാകുവാനാണ് അവൻ യേശുക്രിസ്തുവിന്റെ ശരീരം മൂലം ആ വലിയ ദൈവിക മർമ്മത്തിലേക്കാണ് കർത്താവ് നമ്മളെ ക്രിസ്തു മുഖാന്തരം സഭയിലേക്ക് കൂട്ടി വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാമോ, സഭയ്ക്ക് ഹല്ലുയ സഭയ്ക്ക് വേണ്ടി നിൽക്കാം, അത്രത്തോളം സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ സ്തോത്രം നമ്മൾ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ ആഴ്ച നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഓക്കെ പറഞ്ഞു. So basically in verses 12 we read that this is revealed by the church to the angels, and this is what angels looked into very curious. They had very curiosity towards this, but it was only revealed through church, that is through us. And as the members of the church, we have a responsibility to engage in the different services at the church. We are not to step back, but we are to come forward and do a lot for the church as a member. അപ്പൊ 14-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. 14-ാമത്തെ വാക്യം മുതൽ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. We see that from Ephesians chapter 3 verses 14, it says Paul is beginning to pray and he is saying that I'm bowing my knees to Father of our Lord Jesus Christ. എന്ന് പറഞ്ഞാൽ അത് നിമിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ മേളിൽ പറഞ്ഞ ആ കാര്യം നിമിത്തം എന്നാണ്. നമ്മൾ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോ ജാതികൾക്കും യേശു ക്രിസ്തുവിലൂടെ ഈ വലിയ കൃപയിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ അവകാശങ്ങൾ കോകരിയായി തീരുവാൻ ദൈവം കൃപ പകർന്നു. അത് നിമിത്തം ഭൂമിയിൽ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ പൗലോസ് പറയും, ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. So for this reason the verse starts with the phrase "for this reason." And what is the reason? The reason is mentioned in the above verses, that is a mystery, that the Gentiles should become fellow heirs with the body of Christ and our Lord Jesus Christ, from whom the whole family in heaven and earth is named. സ്തോത്രം. അടുത്തതായിട്ട് പൗലോസിന്റെ ആ ഒരു തികച്ചും ആത്മീയമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. From the verse downward we can see that it is a spiritual prayer of Paul. സ്തോത്രം. നമ്മൾ അവിടെ ആ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും പൗലോസ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല. We do not see that Paul is praying for any worldly matters. തികച്ചും ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. Paul is diligently praying for all the spiritual matters. സ്തോത്രം. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് നിങ്ങൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. It doesn't mean that you must not pray for your worldly needs. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ക്രിസ്തേശുവിനോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. And the Bible teaches us that we must submit our needs to the Christ. പക്ഷേ നമ്മുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ആത്മീക കാര്യങ്ങൾക്കായിരിക്കണം. But our importance should be towards spiritual things. സ്തോത്രം. നമുക്ക് വേദപുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വചനം വായിക്കാം. 1 Kings chapter 3 verse 4. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. പ്രധാന പൂജാഗിരിയായിരുന്നു. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. നമുക്കറിയാം 1000 ഹോമയാഗം അർപ്പിക്കാൻ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. 1000 ഹോമയാഗങ്ങൾ ശലോമോൻ സ്തോത്രം ഹല്ലേലൂയ അർപ്പിക്കുവാൻ, യാഗപീഠത്തിന്റെ മേൽ അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് രാത്രിയിൽ സ്വപ്നത്തിൽ ശലോമോന് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം ശലോമോനോട് അരുളി ചെയ്തു. ശലോമോൻ എന്താ ചോദിച്ചത്? ഹല്ലേലൂയ. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിന് ശലോമോൻ പറഞ്ഞത് വായിച്ചേ. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ,
എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, നീ ഒമ്പതാമത്തെ വചനം വായിച്ചേ. അത് നമുക്ക് സമയക്കുറവ് പോലെ 9-ാമത്തെ വചനം വായിച്ചേ. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ. ശലോമോൻ ചോദിച്ചത് എന്ത് വേണമെങ്കിലും ചോദിച്ചാലാണ് പറഞ്ഞത്. നമ്മളാണ് എന്തൊക്കെ ചോദിച്ചതല്ലേ. പക്ഷെ ഇവിടെ ശലോമോൻ പറഞ്ഞത് ഇത്ര വലിയൊരു ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമെന്നുള്ള ആത്മീകമായ കാര്യം സ്തോത്രമാണ് ദൈവത്തോട് ചോദിച്ചത്. അടുത്ത വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 10-ാമത്തെ വചനം വായിച്ചേ. വളരെ പ്രധാനപ്പെട്ട വചനമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ശലോമോൻ ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. കണ്ടോ, ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിന് വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. അതിന് പുറമെ നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജകന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകത്തില്ല. ഇച്ചിരി ലെങ്തി ആയിപ്പോ, ഒന്ന് പറഞ്ഞേ. So basically in 1 Kings chapter 3, we can read from verse 4 that the king went to Gibeon to sacrifice, and there were he offered 1,000 burnt offerings, and we see that the Lord appeared to Solomon and he asks to him in a dream that what do you want, I can give you. So basically here Solomon is not asking for anything worldly things, but he's asking for a heart of wisdom to discern between good and evil. And we see that the Lord is being pleased with Solomon in verse 10, and the Lord tells him that because you've not asked long life, or you've not asked riches, but have not asked for the life of your enemies, but you've asked for understanding, I have given you a wise and understanding heart, and there is not going to be a king in your days, or anyone before you or after you. And God is also giving him riches and honor in verse 13, that there shall not be any king like him in all his days. Amen. Ipo ശലോമോൻ ആത്മീകമായ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തിന് അത് പ്രസാദമാകുകയും അവൻ ചോദിക്കാത്ത ഭൗതിക കാര്യങ്ങളെ ദൈവം അവന് കൊടുക്കുകയും ചെയ്തു. Because Solomon asked for a spiritual thing rather than a worldly thing, the Lord becomes pleased, and he gives him not only the spiritual thing, but he also gives him worldly blessings as well. നിങ്ങൾ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് അത് പ്രസാദമാകുകയും നിങ്ങൾ ചോദിക്കാത്ത ഭൗതിക കാര്യങ്ങളൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുന്നവനാണ് സ്വർഗത്തിലെ പിതാവ് എന്ന് പറയുന്നത്. So the heavenly Father, when you ask him for a spiritual thing, he gives you that, as well as he gives you the worldly things that you need without you even asking him. അപ്പോ ആത്മീകമായിട്ട് വളരണം. ആത്മാവിനാൽ നമ്മൾ ആ ഭാഗത്തേക്ക് ഇനി വരാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള വാഞ്ചയോടെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ നിങ്ങൾ ചോദിക്കാത്ത ഭൗതികം കൂടെ തന്നു നിങ്ങളെ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാണ്. So when you ask God for a spiritual well-being and a spiritual upliftment, the Lord is faithful to bless you with the worldly things, the riches and honor, without even asking him. സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ സ്തോത്രം ആത്മിക കാര്യങ്ങൾക്കൊന്ന് പ്രാധാന്യം കൊടുത്ത്, ദൈവിക കാര്യങ്ങൾക്കൊന്ന് പ്രാധാന്യം കൊടുത്ത്, ദൈവത്തിന്റെ സഭയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, ദൈവത്തിന്റെ പ്രാർത്ഥനകൾക്ക്, വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക്, ഉപവാസത്തിന് ആത്മീകമായിട്ട് മുന്നേറാൻ. നിങ്ങളുടെ പ്രശ്നത്തെയൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞിട്ട് പിശാച് ചെയ്യുന്ന നിങ്ങളെ ആ ഭൗതിക കാര്യത്തിനകത്ത് നിങ്ങളെ പിടിച്ചിടാനാ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. കുരുക്കാനാ ശ്രമിക്കുന്നത്. പക്ഷേ the Satan always tries to take you into the worldly things and tries to tangle you in your problems, but let us all live that and focus on the church and on the heavenly on the spiritual things for a spiritual upliftment. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അതുകൂടെ പറയുന്നത്, ഞങ്ങളെ വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലേലും ശരി. സ്തോത്രം. ഹല്ലേലൂയ. അതാ ആത്മീയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാലും ശരി, കേട്ടില്ലെങ്കിലും ശരി.
സ്തോത്രം ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ദൈവ കൽപ്പന വിട്ടൊരു കാര്യം ചെയ്യത്തില്ല, രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെ നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാ തീക്ക് നടുവിൽ നാലാമനായി സ്വർഗത്തിലെ ദൈവം മനുഷ്യപുത്രന് സദൃശ്യനായവൻ, അത് ആ ബാലന്മാരല്ല കണ്ടത്, മറിച്ച് രാജാവ്. രാജാവ് ആരാണോ തീക്കകത്തിട്ടത് അവനാണ് സ്തോത്രം തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി നടക്കുന്ന ദൈവപുത്രന് സദൃശ്യനായവനെ കണ്ടത്. ഇന്ന് രാത്രിയിൽ നീ ദൈവത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ആത്മീകത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുമ്പോ നീ പോലും അറിയാതെ ഹല്ലേലൂയ നിനക്കെതിരായി നിൽക്കുന്നവരുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം I would ചെയ്യുകയാണ്. like to thank Lord for the people who believe that when you start praying, the Holy Spirit is going to open the eyes of the people who are against you and see what the Lord is going to do for you, like how he did for Shadrach, Meshach, and Abednego when they were put into the fire. The Son of God, who was the fourth person, walked with them on the fire. This was not seen by them, but it was seen by the King who put them on the fire. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ആ ഭൗതിക വിഷയത്തിനകത്ത് നീ ഞരങ്ങാതെ ദൈവത്തിന് വേണ്ടി നിൽക്ക്, അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. The Spirit of God is talking to somebody in this platform. Be not vexed with your worldly things, but trust in the Lord and stand spiritually. The Lord is faithful to work for you. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ശലോമോനെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഹല്ലേലൂയ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ജ്ഞാനമുള്ള മനുഷ്യനായി ദൈവം ശലോമോനെ മാറ്റി. We see that God has made Solomon the second person who had a wisdom and understanding, and he was the second person than Jesus. Jesus was the first person. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ശലോമോനെ പോലെ ആമേൻ സ്തോത്രം ധനികനായ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. The word of God also teaches us that Solomon was the rich person in the Bible. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ആത്മികമായി ഇതിനൊന്ന് പ്രാധാന്യം കൊടുത്തേ, കർത്താവ് നമ്മളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. Let us give importance to spiritual things and the Lord will be able to bless us. ആമേൻ. പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം നമ്മളോട് വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണമെന്നാണ് ഒന്നാമതായിട്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. We can see in Ephesians 3:16 that Paul is praying that he would grant you according to the riches of his glory to be strengthened with might through his spirit in the inner man. ആമേൻ സ്തോത്രം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ അകത്ത മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം ഇന്നർ മാൻ ആത്മാവ് ശക്തിയോടെ ബലപ്പെടണം. So if we study biblically, our inner man must be strengthened through the Holy Spirit. ആമേൻ സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. So when God created man, he created him as a spiritual man. ആത്മാവ് രാജാവും മനസ്സ് സ്തോത്രം ഹല്ലേലൂയ കാര്യസ്ഥനും ജഡം ദാസനുമായിരുന്നു ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ. So when God created man, the spirit was the king and the mind was the second person there, and the body was the third person, like a servant. എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്നതനുസരിച്ച് ജഡം പ്രവർത്തിക്കുമായിരുന്നു, ശരീരം പ്രവർത്തിക്കും. So whatever the spirit said, the body would respond to that and obey that. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ ഫലങ്ങളും തിന്നാം, പക്ഷേ നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയേണ്ടതിന് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. So God said that you could eat all the fruits in the Garden of Eden, but you are not supposed to eat from the tree of the knowledge of good and evil, and the day when you eat that, you will be dead. പക്ഷെ അവര് നമുക്കറിയാം മരിച്ചില്ല. പക്ഷേ സ്തോത്രം അവര് ആത്മികമായിട്ട് ഒരു മരണം അവന്റെ അകത്ത് സംഭവിക്കുവാൻ, അഥവാ ആത്മ മനുഷ്യൻ സ്തോത്രം നിദ്രാവസ്ഥയിലായി പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. But we see that both Adam and Eve did not have a physical death, but they had a spiritual death. സ്തോത്രം ഫിസിക്കൽ ഡെത്ത് അല്ല, സ്പിരിച്വൽ ഡെത്ത് ആണ് അവിടെ സംഭവിച്ചത്. They had a spiritual death. Okay. അപ്പം
മനോവികാരങ്ങൾക്കനുസരിച്ച് ശരീരം ചലിക്കുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So basically, man started to follow the body and the mind rather than the spirit. According to his emotion, his body is അപ്പൊ അവന്റെ ആ മനോവികാരങ്ങൾക്കനുസരിച്ചാണ് അവന്റെ ബോഡി അവൻ ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So the man started to act according to his emotions and according to what his mind said. അപ്പോ അവൻ ആത്മാവ് നിദ്രാവസ്ഥയിലായി. So the spirit was in a dead state. ആമേൻ. പക്ഷെ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ആദമിൽ മരിച്ചുപോയ അവന്റെ ആത്മാവ് ക്രിസ്തുവിൽ വീണ്ടും ജീവൻ പ്രാപിക്കുന്നു. So when a man accepts Jesus as his personal savior, we see that the spiritual man which was dead in Adam is now getting risen. ആമേൻ. ഇന്ന് വരെ നിങ്ങൾ നിങ്ങൾ വിശ്വാസിയായിരിക്കാം, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്കറിയാം, ദൈവസഭയോടാണ് പ്രസംഗിക്കുന്നത്. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കർത്താവെ യഥാർത്ഥമായിട്ടും ഞാൻ എൻ്റെ പാപവഴികളെ വിട്ട് മനം തിരിഞ്ഞ് അങ്ങേ എൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നു. സ്തോത്രം. എന്നിൽ അങ്ങ് വന്ന് എൻ്റെ രാജാവായിട്ട് വാസം ചെയ്യണമേ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ അകത്തൊരു വലിയ മാറ്റം നടക്കും. നിങ്ങളുടെ ആത്മാവ് വീണ്ടും ക്രിസ്തുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. So we are talking to the believers of the church, but if you have if you're accepting Jesus as your personal savior, we see that your spirit is being renewed through Christ again. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ അകത്തെ ആത്മാവ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. The moment you accept Jesus as your personal savior, the inner man is renewing his life inside you. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അകത്തെ ആത്മാവ് അവൻ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും ഈ അകത്ത മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും. So once the inner man is renewed inside you, once you accept Jesus, we see that it is not in its one state, but it is increasing day by day. ഒന്നുകിൽ നിങ്ങൾ ആത്മീയമായി അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് അകത്തെ മനുഷ്യൻ ശോഷിച്ചുകൊണ്ടിരിക്കും, ആത്മീയമായി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. In one way it will increase, on the other side it will start decreasing if you're not spiritually active. നമുക്ക് വചനം എല്ലായിടത്തും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വചനം വായിച്ചോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 27-ാം അധ്യായമാണെന്ന് തോന്നുന്നു. എടുക്കാമോ? 27-ാം അധ്യായം അതിന്റെ 28-ാം അധ്യായം 28-ാം അധ്യായം അതിന്റെ 9 മുതൽ വായിക്കുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു വിടാം. വിക്കി 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രമം എന്നവൻ അവരോട് അരുളി ചെയ്തു, എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ആകയാൽ അവർ ചെന്ന് അവൻ പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെടേണ്ടതിന്. അപ്പോ 9 മുതൽ വായിക്കുന്നു, ആരെയാകുന്നു അവൻ പരിജ്ഞാനം ഉപദേശിക്കുന്നത്, ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകുടി മാറി ഇവരെ മുലകുടി വിട്ടവരെയോ? ചട്ടത്തിന്റെ മേൽ ചട്ടം, ചട്ടത്തിന്റെ മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സ്വല്പം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അതേ വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ജനത്തോട് സംസാരിക്കും. അപ്പോൾ അന്യഭാഷയെ സംസാരിക്കുന്നത് വേറൊരു അന്യഭാഷയോടുള്ള ബന്ധത്തിലുള്ളൊരു വചനമാണിത്. അതേ ഇതാകുന്നു സ്വസ്ഥത. കണ്ടോ, അന്യഭാഷ സംസാരിക്കുന്ന സ്വസ്ഥതയാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ. ആത്മീയമായി പോരാട്ടമൊക്കെ പോരാടി ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷ ശാന്തമായിട്ട് പറയാൻ തുടങ്ങിക്കൂ. ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുകയാണ്. ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തെങ്കിലും പലർക്കും ഇത് കേൾക്കാൻ മനസ്സിലായിരുന്നു. ആകയാൽ അവർ ചെന്ന്, അങ്ങനെ കേൾക്കാത്തവന്റെ കാര്യം പറഞ്ഞേ, അവർ ചെന്ന് പിറകോട്ട് വീഴും. അവൻ പിറകോട്ട് പോകും, വീണുപോകും, തകർന്നു പോകും, കുടുക്കിലകപ്പെടും. കണ്ടോ, കുടുക്കിലകപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിലും ആരാ ബ്രദറെ ഒരു കന്നത്തടിച്ച മറ്റേ കന്നം കാണിക്കുന്നത്? അല്ലെങ്കിലും ആരാ ബ്രദറെ ഈ വചനം എല്ലാം പ്രമാണിക്കുന്ന ആരാ? അങ്ങനെ ചോദിക്കുന്നില്ലേ? അതാ ഈ ചട്ടത്തിന്റെ മേൽ ചട്ടം, സൂത്രത്തിന്റെ മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറയുന്ന ആളുകളെ പറ്റി അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യും? അവർ തകർന്നു പോകും, പുറകോട്ട് പോകും. ഒന്നാമത്തെ സ്റ്റെപ്പ് പുറകോട്ട് പോകുക എന്നാണ്. അപ്പൊ അങ്ങനെ
അങ്ങനെ അങ്ങനെ അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ. കേൾക്കാൻ മനസ്സില്ലാത്തവൻ പുറകോട്ട് പോകുമെങ്കിൽ കേൾക്കാൻ മനസ്സുള്ളവരെങ്ങോട്ട് പോകും. അപ്പൊ രണ്ടു വശമുണ്ടല്ലോ ഇതിന്. അവർ മുമ്പോട്ട് പോകും, അവരെന്ത് ചെയ്യും? കുടുക്കിൽ നിന്ന് തകർച്ചയിൽ നിന്ന് അവർ പുറത്തു വരും. ഹല്ലേലൂയ. കുടുക്കിൽ നിന്ന് അവർ പുറത്തു വരും. ഹല്ലേലൂയ. അവർക്ക് സ്വസ്ഥത ലഭിക്കും. ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കും. ഇതൊരിക്കലും ഇവിടെ പറയാൻ വന്ന വചനമല്ല ഇത്. ഹല്ലേലൂയ. നിങ്ങൾ അന്യഭാഷയിൽ ഒന്ന് സംസാരിച്ചു തുടങ്ങി. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്തു. So basically in Isaiah chapter 28, from verses 9 to 13, that's what Pastor was reading. So basically it says about who will teach him knowledge and who will understand this message. And from verse 11, it says that people who are struggling with problems in their life and not having a rest in their life, it says in verses 12 that this is the rest with which you may cause the weary to rest. And what is the rest? The rest is speaking in tongues of the Holy Spirit. And when you start speaking in tongues of the Holy Spirit, you will get the rest from the Lord. And the people who challenge this, we see that in verse 13, that they might go and fall backward and be broken and snared and caught. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ദിവസവും, അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്ന ഒരു പദം കൂടെ ചേർത്ത് പഠിച്ചാൽ, അവൻ എൻ്റെ പുറമേ ഉള്ളവൻ ഹല്ലേലൂയ നാൾക്ക് നാൾ ക്ഷീണിക്കുന്നെങ്കിലും എൻ്റെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ, കണ്ടോ, നാൾക്ക് നാൾ ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കുകയാണ്. ഓരോ ദിവസവും പൗലോസ് ആത്മീയമായി മുന്നേറിക്കൊണ്ടിരിക്കുക. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയാ. അപ്പോ നമ്മൾ ഓരോ ദിവസവും ആത്മീയമായി ശക്തിയോടെ ബലപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. So the Lord is desiring that each day we must be strengthened in our inner man day by day with our spirit. As Paul says that even my outer body or physical body becomes weaker, my inner man is being strengthened day by day. ഹല്ലേലൂയ. അപ്പോ ഈ അകത്തെ മനുഷ്യന്റെ, ഇപ്പൊ ഉദാഹരണം പറയണം, അകത്തെ മനുഷ്യന്റെ ആത്മശക്തി 1 കോടിയാണെന്ന് വെച്ചു. ഉദാഹരണമാണ് പറയുന്നത്, 1 കോടി. If the strength of the inner man is 1 crore, നിങ്ങളുടെ മനസ്സിലെ ബന്ധനങ്ങൾ ഒരു പക്ഷേ 1000 ആണെന്ന് സങ്കല്പിക്കുക. So just assume that the problems inside you is 1000. നമ്മുടെ ശരീരത്തിലെ മറ്റു മേഖലയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പോരാട്ടം മറ്റൊരു 1000 ആണെന്ന് സങ്കല്പിക്കുക. Just think that the struggles in your body, physical body, is 1000. നമ്മുടെ അകത്തുള്ള ഈ ആത്മശക്തിയാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിട്ട് ഇതിനെ പൊട്ടിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. So the purpose of the Holy Spirit is that your inner man, which has got more strength, will break the things in your mind and in your physical body. നിങ്ങളെ പിശാച്, ഇപ്പൊ ഉദാഹരണം, പല മേഖലകളിൽ ബന്ധിച്ചെന്ന് വിചാരിക്കുക. Just imagine that the devil has bound you in different stages in your life. ഒരു ദേവദാസൻ വന്നു ആ കെട്ടിനെ അങ്ങ് അഴിച്ചു വിട്ടെന്ന് വിചാരിക്കുക. Imagine that a pastor has come and loosed you from all those bonds. പിന്നെ നിങ്ങൾ പിന്മാറ്റത്തിൽ പോയി വീണ്ടും വന്ന് പിശാചിനെ കെട്ടിയെന്ന് വിചാരിക്കുക. Imagine that you backslided and then again Satan comes and binds you again. പക്ഷേ ഈ വചനത്തിന്റെ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു ദിവസം നിങ്ങൾ ഇതിനെ ഒന്ന് പൊട്ടിച്ചാലോ? നിങ്ങൾ തന്നെ ഒന്ന് പൊട്ടിച്ചാലോ? But what if you understood the word of God and you itself break these bonds which Satan has? ഹല്ലേലൂയ. പിന്നെ പിശാചിന് ഒരിക്കലും നിന്നെ ഒരു തരത്തിലും ബന്ധിക്കാൻ പിന്നെ കഴിയത്തില്ല. Then never ever Satan can bind you again. അതുകൊണ്ടാണ് ഹല്ലേലൂയ വചനം പറയുന്നത്, ഉപവാസത്തെ പറ്റി പറയുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, എല്ലാ നുകങ്ങളെയും തകർക്കുക, ഒരു നുകം പോലും നിങ്ങളുടെ മേൽ ഇരിക്കരുതെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം. The Holy Spirit is desiring that not even one bond should be upon you, and this will be accomplished with fasting, as it is mentioned in the book of Isaiah. ഹല്ലേലൂയ. അപ്പോ എല്ലാ നുകങ്ങളെയും തകർത്ത് ജയകരമായ ഒരു ജീവിതം നയിക്കണമെന്നാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The Lord is desiring that all the bonds in your life should be broken and you should be living a victorious life. അതിനെന്ത് വേണം? നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങണം. In order to achieve that, your inner man must be strengthened and renewed. എങ്ങനെയാണ് അകത്ത മനുഷ്യൻ ബലപ്പെടുന്നത്? അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രാർത്ഥന തന്നെയാണ്. The first step to strengthening your inner man is by praying. പ്രത്യേകിച്ച് അന്യഭാഷ ഇല്ലാത്തവർ മലയാളത്തിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Those who have received the gift of the Holy Spirit in speaking in tongues should start speaking in tongues.
ആമേൻ. Others അതുകൊണ്ടാണ് can pray. പറയുന്നത്, ആമേൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. അവൻ തനിക്ക് താൻ ആത്മിക വർധനവ് വരുത്തുന്നു. ഹല്ലേലൂയ. ഹി എഡിഫൈ ഹിസ് സ്പിരിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുകയാണ്. So basically, it is said that the person who speaks in tongues, he's not speaking to man, but he's speaking to the Lord in a spiritual way, and he's edifying himself, and he's speaking the mysteries, the heavenly mysteries. ആമേൻ. അപ്പൊ നിങ്ങൾ ആദ്യം ട്രെയിൻ ചെയ്യേണ്ടത്, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം കൈയടിച്ച് അന്യഭാഷ പറയുന്ന അനുഭവത്തിൽ നിന്നും ഏതൊരു സമയത്തും നമ്മൾ അന്യഭാഷ പറയാനായിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. നമ്മൾ We must train ourselves to speak in tongues not only during worship, but also at any point of time or any time. അവൻ നമ്മൾ ആരാധനയിൽ കരങ്ങളെ അടിച്ച് ശക്തമായി അന്യഭാഷ പറഞ്ഞു തന്നെ ആരാധിക്കണം. അത് നല്ല കാര്യമാണ്. While at the time of worship, we must clap our hands and we must say the Holy Spirit's, the gift of tongues. We must do that. അവൻ അപ്പോൾ തന്നെ നമ്മൾ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ ജോലി ചെയ്യപ്പെടും, യാത്രകൾ ചെയ്യപ്പെടും. ഹല്ലേലൂയ. നമ്മൾ അവൻ എവിടെ ആയിരിക്കുമ്പോഴും ഇനി കുറച്ചുകൂടെ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ദേവദാസന്മാർ ഉറക്കത്തിൽ പോലും ആത്മാവിൽ അവർ ഉറങ്ങുകയായിരിക്കും, സുഖമായിട്ട് ഉറങ്ങുകയായിരിക്കും. പക്ഷെ അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അതുകൊണ്ടല്ലേ ഏതു നേരത്തും ഓരോ സാധനം വെറുതെ പറയുമോ, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അത് വെറുതെ അല്ല. ഉറങ്ങുമ്പോഴും നിങ്ങൾ ഉറങ്ങും, പക്ഷെ ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. So basically, we must start speaking in tongues while we are at home or while we are outside. Not only speak in tongues at the time of worship. The people who are used mightily by the Lord, even when they are sleeping, the Spirit of God inside them is speaking in tongues. And Paul also encourages the believers to speak in tongues and pray for him. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ പോലും നമ്മളിപ്പോ നിങ്ങൾ എന്റെ വിശ്വാസം, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ വചനങ്ങള് ഇപ്പൊ 27 അധ്യായം വരെ വായിച്ചു എന്ന് ഞാൻ എല്ലാവരും വായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേര് വായിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. So pastor believes that everybody must have read from Genesis 1 to 27. അവൻ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് വായിക്കാനായിട്ട് ഉത്സാഹിക്കുക. If you have not read, please make time and read. അതുപോലെ തന്നെ ഈ വർഷത്തിൽ നമുക്ക് ഹല്ലേലൂയ മണിക്കൂറുകൾ ദൈവ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവത്തെ നിങ്ങൾക്ക് സ്തോത്രം വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അതിനുള്ള ഒരു കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം കൂടുതലായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. എവിടൊക്കെ ആളുകൾ കൂടി വന്ന് അല്ലെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങിയോ അവിടെയാണ് റിവൈവൽ വെളിപ്പെട്ടതെന്ന് നമ്മൾ മറന്നു പോകരുത്. So if you have you also need to increase your personal time with prayer and in prayer fellowship. So a revival has only been manifested in places where people came together with prayer. ഹല്ലേലൂയ. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. കാരണം നമ്മളെ ഇപ്പോ സ്തോത്രം വായിച്ച ഒരു വാക്യോടെ എഫെസ്യനാണ് നമ്മൾ ഇനി 4-ാം അധ്യായത്തിൽ അത് ചിന്തിക്കുന്നുണ്ട്. എഫെസ്യർ 4:22 വായിച്ചേ, 22 മുതൽ 24 വരെ. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 22 to 24. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഉണ്ടോ? അപ്പോ ഇവിടെ പറയുകയാണ്, അപ്പോ ക്രിസ്തുവിനെ പോലെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, അതെവിടുന്ന് വന്നതാണ്? അത് ആദമിൽ നിന്ന് വന്നതാണ്, ആ പഴയ മനുഷ്യൻ അല്ലെ? ഈ നമ്മൾ സ്നാനപ്പെടുമ്പോ എന്താ സംഭവിക്കുന്നത്? ഈ പഴയ മനുഷ്യനെ അതിന്റെ രാഗമുഖങ്ങളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞ് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിൽ മുങ്ങുമ്പോ നമ്മുടെ പഴയ ബോഡി അല്ലെങ്കിൽ പഴയ മനുഷ്യനെ അവിടെ അടക്കം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. So we see that when we get baptized, we bury our old man with all its corruptness and everything. We bury that, and when we come out of the water, we are coming as a new person. എന്നാൽ വെള്ളത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു
സ്തോത്രം എഴുന്നേറ്റതുപോലെ, ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ സ്നാനത്തിലൂടെ ധരിക്കുകയാണ് ചെയ്യുന്നത്. So when we bury our old man under water, and that is the death of the old man, and when we arise, we are wearing the new man, that is the Christ. അവിടെ ആ പറയുന്ന പുതിയ മനുഷ്യന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ. സത്യത്തിന്റെ ഫലമായി, വേഴ്സ് 24, 24-ാം വചനം, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അപ്പോ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആരാണ്? നീതിമാനാണ്. അകത്തെ മനുഷ്യൻ ആരാണ്? ഹല്ലേലൂയ, വിശുദ്ധനാണ്. 2, 3 ദൈവത്തെ പോലെ സൃഷ്ടിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. കണ്ടോ, നിങ്ങളുടെ ഇന്നർ മാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ഇരിക്കുകയാ. ആ അകത്തെ മനുഷ്യനാണ് ഇനി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞു. ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് ഇനി കർത്താവിന്റെ വരവിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലേ? ഇത് പറയേണ്ട, നമ്മള് കുറച്ച് കാടികേറി പറയേണ്ടി വരും. അല്ലെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും കണ്ടോ, സഭ മുഴുവനും എന്ന് പറഞ്ഞാൽ ലോക്കൽ ചർച്ചിലെ മെമ്പേഴ്സ് അല്ല, യൂണിവേഴ്സൽ ചർച്ചിലെ മെമ്പേഴ്സ്. ലോക്കൽ ചർച്ചിൽ അംഗമാകുന്നവരാണ് യൂണിവേഴ്സൽ ചർച്ചിലെ മെമ്പേഴ്സ് ആകുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ടവർ സകലരും എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിച്ച്, അപ്പൊ ആ പുതിയ മനുഷ്യനാണ് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ഇപ്പൊ നിങ്ങൾ ധരിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. അത് ആ പുതിയ മനുഷ്യൻ നീതിമാനാണ്, വിശുദ്ധനാണ്. അപ്പോ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. അപ്പൊ ഈ ആത്മാവിനാലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. നിങ്ങൾ ആരാധിക്കുമ്പോൾ എത്ര പേര് അങ്ങനെ ആരാധിക്കാറുണ്ട്? നിങ്ങൾ ഇനി മുതലൊന്നും ആ ഒരു വിശ്വാസത്തോടെ ഒന്ന് ആരാധിച്ചു തുടങ്ങി നോക്കിക്കേ. അല്ലെ, ആത്മാവെന്ന് പറയുന്നത് അവിടെ എഴുതിയേക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നിടത്ത് സ്മോൾ എസ് ആണ് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാണല്ല പറയുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ പറയുന്നത്. Okay, so the new man which comes out of the water, it is mentioned in verse 24 that it is created according to God in true righteousness and holiness, and this man will be taken when the Lord comes on his second coming, and we are a part of the universal church who will be taken to the Lord at his second coming, and we worship in truth and spirit here. അപ്പൊ അവിടെ ദൈവം ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ സ്പിരിറ്റ് എന്ന് പറയുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾ വേണം ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയ സ്മോൾ എസ് ആണ്. നോക്കിയ ആരെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 4-24 വാക്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന സ്മോൾ എസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആത്മാവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനിലൂടെ, അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിന്നാണ് ആരാധിക്കുവാൻ ദൈവം നമ്മളോട് പറയുന്നത്. So it says in John chapter 4 verses 24, God is spirit, and those who worship him must worship in spirit and truth. So the spirit is mentioned in small letters, so it is mentioning to our spirit. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായെന്ന എന്റെ വിശ്വാസം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ അകത്തെ ഈ മനുഷ്യൻ, ഇന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു തീരുമാനം എടുക്കുക, എന്റെ അകത്തെ മനുഷ്യനെ സ്തോത്രം ആത്മികമായിട്ട് തളർത്തിക്കളയുന്ന ഒരു കാര്യത്തിലും, അത് ദുഃഖമാകട്ടെ, നിരാശകളാകട്ടെ, ഹല്ലേലൂയ, എന്ത് തന്നെ വിഷയമായിക്കൊള്ളട്ടെ, പിശാചിനറിയാം എന്ത് വാക്ക് പറഞ്ഞാൽ നിങ്ങൾ വാടിപ്പോകുമെന്ന്. ഒരു ചെറിയ വാക്കൊന്നും കേട്ടിട്ട് നിങ്ങൾ വാടിപ്പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ ഒരു വാക്ക് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ചിരിക്കാൻ തുടങ്ങണം, സന്തോഷിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. കർത്താവിൽ പൗലോസ് അതാ പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. ആരെന്ത് എതിരായിട്ട് പറഞ്ഞാൽ, അല്ലെ, ബൈബിൾ പറയുന്നു, നിങ്ങളെ കൊണ്ട് സകല തിന്മയും കളവായിട്ട് പറയുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണേ. സന്തോഷിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ആത്മനദി നമ്മുടെ അകത്തുനിന്ന് ഒഴുകട്ടെ. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടട്ടെ. നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ഭൂതങ്ങൾ അലറി മാറട്ടെ.
നിങ്ങൾ കരങ്ങൾ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ചലിക്കട്ടെ. അവൻ ഇങ്ങനെ ആത്മതലത്തിൽ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാ അവൻ മരിച്ചവർ കേരളത്തിൽ ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പറഞ്ഞ് അവൻ മതമുളകുന്ന ആനയൊക്കെ മുട്ടുകുത്തിച്ചത്. ഇതൊന്നും കഥകളല്ല. അവൻ കട്ടുകൊണ്ടുപോയ വാഴക്കൊലയൊക്കെ, അവൻ ഗബ്രിയേലേ മിഖായേലേ വാഴക്കൊല എവിടെ ഒറ്റ ചോദ്യത്തിന് ആമസ്തോത്രം കള്ളനൊക്കെ മുമ്പോട്ട് ചലിക്കാൻ, ഇതൊന്നും കഥകളല്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ചർച്ചിൽ അവൻ മാതാവ് പാമ്പ് കടിയേറ്റതാ, അവൻ എന്താ പറയുന്നത്, മൂർഖന്റെ കടിയേറ്റതാ. മരിച്ചു പോകുന്ന എല്ലാവരും വിചാരിച്ച ശരീരം മുഴുവൻ നീല നിറമായതാ. പക്ഷേ അവരുടെ വിശ്വാസം, അവർ ഒരു സ്റ്റെപ്പ് പോലും പിന്നിലേക്ക് വെക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയവിടെ നീലനിറം മാറി അവർ പൂർണ്ണ സൗഖ്യമുള്ളവളായി മാറി. ഇതൊന്നും കഥകളല്ല, ഈ ആത്മശക്തി ചലിക്കാൻ തുടങ്ങിയതാ. ഹല്ലേലൂയ. So whatever is putting down our inner man, let us all try to overcome that. Let us rejoice always, and let not any person, if they say any negative words, let us not allow that to weaken us or weaken our inner man or a spiritual man which is being strengthened inside us. And let us walk in the spirit, and let the spirit flow from us to the people around us, like how it used to happen in our olden times, where the man of God were used mightily by the Lord to do lot of spiritual things, like demons being released. And if even they gave a shake hand, the Spirit of God worked there. In pastor's church, grandmother, she had been bitten by a snake, and her body was like almost like the body's color changed, but the Spirit of God worked and she was healed. So when we have the Spirit of God inside us, it can do extraordinary things inside us and to the people outside. എന്റെ ചർച്ചിലെ ഒരു മാതാവെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ദൈവപ്രവൃത്തികൾ സ്തോത്രം വെളിപ്പെട്ടത് നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. ഇന്ന് ഇത് തീർക്കണമെന്ന് വിചാരിച്ചാണ് സാധിച്ചില്ല. എങ്കിലും നമുക്ക് ബാക്കി ഭാഗം അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അകത്ത മനുഷ്യനെ ശക്തിയോടെ കർത്താവ് ഒന്ന് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. അതിന് തടസ്സമായിട്ട് എന്നിലേക്ക് പിശാചു കൊണ്ടിരുന്ന എല്ലാ തന്ത്രങ്ങളെയും തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഓരോ ദിവസവും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും വിശുദ്ധ ജീവിതത്തിലും ഉറ്റിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പഠനം, വേദപുസ്തക പഠനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് ദൈവം കാരണമാക്കണമേ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ഞങ്ങൾ ധരിച്ചിരിക്കുകയാണ്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ഞങ്ങളുടെ അകത്ത മനുഷ്യൻ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള വലിയ തിരിച്ചറിവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. ആത്മകണ്ണുകളെ സ്വർഗം ഇന്ന് രാത്രിയിൽ പ്രകാശിപ്പിക്കുന്നതോർത്ത് സ്തോത്രം. എല്ലാ ഭവനങ്ങളിലും ആ മഹത്വം വെളിപ്പെടട്ടെ. എല്ലാ ഭവനങ്ങളിലും മഹത്വം വെളിപ്പെടട്ടെ. കർത്താവ്, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. സഭയുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുക. കൃപകൾക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ഓവർത്തി പാസ്.